ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. തീർത്ഥാടകർ മിനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ ഇന്നലെ തന്നെ മക്കയിൽ നിന്ന് മിനായിലേക്ക് പുറപ്പെട്ടിരുന്നു. മക്കയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക്. ഹജ്ജ് കർമ്മങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. തീർത്ഥാടക ലക്ഷങ്ങൾ തമ്പുകളുടെ നഗരമായ മീനായിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 20 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും 1.25 ലക്ഷം തീർത്ഥാടകർ ഹജ്ജിനെത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി 18,000-ലധികം തീർത്ഥാടകരാണ് ഹജ്ജിനെത്തിയിരിക്കുന്നത്. അതിൽപ്പെട്ട ഏതാനും ചില തീർത്ഥാടകരാണ് ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത്. ഇവർ മീനായിലേക്ക് മക്കയിലെ അസീസിയയിൽ നിന്ന് താമസ സ്ഥലത്ത് നിന്ന് മീനായിലേക്ക് പുറപ്പെടാനിരിക്കുകയാണ്. എന്തൊക്കെ കർമ്മങ്ങളാണ് ഇനി നിർവഹിക്കാൻ പോകുന്നത്? അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഹജ്ജിൻ്റെ ഔപചാരികമായ കർമ്മങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്ന് എല്ലാ ഹാജിമാരും ഇന്ന് പരിശുദ്ധമായ മിനായിലേക്ക് ഇന്ന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. മിനായിൽ 5 വഖത്ത് നിസ്കാരം നിർവഹിക്കുകയും പരിശുദ്ധ ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനയിലും ദിക്റിലും സ്വലാത്തിലുമൊക്കെയായി ഒരു ദിവസം എല്ലാ ഹാജിമാരും കഴിച്ചു കൂട്ടുകയാണ്. യൗമുത് തർവിയ എന്നാണ്, അഥവാ വിശ്രമത്തിൻ്റെ ദിവസം എന്നാണ് ഈ ദിവസത്തെ വിശേഷിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെയാണ് ലോക മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മഹാസമ്മേളനമായ അറഫ നടക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി എല്ലാ ഹാജിമാരും ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ അറഫയിലേക്ക് പ്രയാണം തുടങ്ങും. അൽഹംദുലില്ലാഹ്, അറഫ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരത്തോടുകൂടി മഗ്രിബിൻ്റെ ശേഷം ഹാജിമാരൊക്കെ മുസ്ദലിഫയിലേക്ക് നീങ്ങും. മുസ്ദലിഫയിൽ അർദ്ധരാത്രിക്ക് ശേഷം ഒരല്പസമയമെങ്കിലും രാപ്പാർക്കണം എന്നുള്ളത് ഹജ്ജിൻ്റെ നിയമങ്ങളിൽപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഹാജിമാരൊക്കെ പരിശുദ്ധമായ ജംറയിൽ എറിയുന്നതിന് വേണ്ടി മിനയിലേക്ക് പോകും. മിനയിൽ ജംറത്തുൽ അഖബ എറിയുക എന്നുള്ളതാണ് പെരുന്നാളിൻ്റെ ദിവസത്തിൽ പ്രധാനമായി ചെയ്യാനുള്ളത്. പിന്നീട് മുടി കളയുകയും അതേപോലെ പരിശുദ്ധ മക്കയിൽ വിശുദ്ധ കാബം തവാഫുൽ ഇഫാല എന്ന് പറയുന്ന ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട തവാഫ് നിർവഹിച്ച് സഅയും ചെയ്ത് മുടിയെടുത്ത് 1-ാം തഹ്ലിലാകുന്നതോടുകൂടി ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ നിന്നുള്ള ആദ്യ വിരാമം കുറിക്കുകയും പിന്നീട് ഇൻഷാ അല്ലാഹ് 3 ദിവസം പരിശുദ്ധമായ മിനാ താഴ്വരയിൽ മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും പ്രിയപ്പെട്ട പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ത്യാഗോജ്വലമായ സ്മരണകളെ കൈവിറക്കി എല്ലാവിധ പൈശാചിക ചിന്തകളിൽ നിന്നും എല്ലാവിധത്തിലുള്ള ചിന്തകളിൽ നിന്നും മനുഷ്യൻ്റെ മനസ്സിനെ മുക്തമാക്കി അള്ളാഹുവിൻ്റെ ചിന്തയിലായി 3 ദിവസം ഹാജിമാർ കഴിഞ്ഞുകൂടുകയാണ്. പരിശുദ്ധമായ മിനയിലെ 3 ദിവസത്തെ മബീത്ത് രാപ്പാർക്കലും കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ച് സന്തോഷത്തോടെ നാട്ടിലേക്ക് തിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ വർഷം വളരെ വിപുലമായ സൗകര്യങ്ങളാണ് സൗദി ഗവൺമെൻറ് ഹാജിമാർക്ക് വേണ്ടി ഒരുക്കിയത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ കേരള ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റുമൊക്കെ പരമാവധി സൗകര്യങ്ങളൊക്കെ ഹാജിമാർക്ക് വേണ്ടി ഒരുക്കിയതിൽ ഞങ്ങളൊക്കെ സംതൃപ്തരാണ്. ഇനിയും ചില അസൗകര്യങ്ങളൊക്കെ ചിലർക്കുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതും പെട്ടെന്ന് പരിഹരിക്കപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായ ഈ പുണ്യ പ്രദേശങ്ങളിൽ വന്നുകൊണ്ടുള്ള ഹജ്ജ് ഈ വർഷം എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ നിലക്ക് നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും സുഗമമായും സുരക്ഷിതമായും ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സൗദി ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. മീനായിലും അറഫയിലും മുസ്ദലിഫയിലും ഒക്കെ ആയി കർമ്മങ്ങൾ പൂർത്തിയാക്കി ബുധനാഴ്ചയോടെ തീർത്ഥാടകർ ഈ താമസ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും.